ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് റംസാൻ മാസത്തിലെ പ്രമേഹ പരിചരണം എന്ന വിഷയത്തെക്കുറിച്ചാണ്. പ്രധാനമായും 5 കാര്യങ്ങളാണ് റംസാൻ മാസത്തിൽ നമ്മൾ പ്രമേഹമുള്ള രോഗികൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ റംസാൻ മാസത്തിന് മുന്നേയും ശേഷവും അവരെ പ്രമേഹം ചികിത്സിക്കുന്ന ഡോക്ടറുടെ അടുത്ത് ചെന്നിട്ട് അവരുടെ ഇൻസുലിനും അല്ലെങ്കിൽ മരുന്നിൻ്റെ ഡോസിലൊക്കെ കൃത്യമായ വ്യത്യാസങ്ങൾ വരുത്തുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പിന്നെ റംസാൻ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം മാർച്ച് മാസത്തിലാണ് വരുന്നത്. സിവിയർ ഡീഹൈഡ്രേഷൻ, പലപ്പോഴും ജലാംശം കുറയുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നോമ്പില്ലാത്ത സമയങ്ങളിൽ കൃത്യമായിട്ട് വെള്ളം ധാരാളം കുടിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം ചെയ്യേണ്ടത്. പിന്നെ ഭക്ഷണ കാര്യങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ രാവിലെ ഒരു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകളൊക്കെ ആയിട്ടുള്ള ഫുഡുകൾ, അതായത് ഗോതമ്പിൻ്റെയൊക്കെ പുട്ട്, അല്ലെങ്കിൽ കഞ്ഞി, അല്ലെങ്കിൽ ഓട്സിൻ്റെ മീലൊക്കെ വെച്ചിട്ട് നോമ്പ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. മുറിക്കുന്ന സമയത്ത് വളരെ ലൈറ്റായ ഫ്രൂട്ട്സ് ഉപയോഗിച്ച് നോമ്പ് തുറക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഒരിക്കലും ഫ്രൂട്ട് ജ്യൂസുകളും എണ്ണക്കടികളും ഒരു പ്രമേഹ രോഗികൾ കഴിക്കണം എന്ന് നമ്മൾ പറയുന്നില്ല. പിന്നെ ഷുഗർ മോണിറ്റർ ചെയ്യുന്ന കാര്യം ആദ്യത്തെ ഒരാഴ്ചയാണ് അതിൻ്റെ പ്രാധാന്യം കൂടുതൽ. ഒന്നിടവിട്ടിട്ട് ദിവസങ്ങളിൽ 3 നേരം, അതായത് സുഹൂറിന് ശേഷം ഉച്ചയ്ക്ക് 12 മണിക്കും ഇഫ്താറിന് മുന്നേ ഒക്കെ ആയിട്ട് ഷുഗർ മോണിറ്റർ ചെയ്തിട്ട് ഷുഗറൊക്കെ നോർമൽ റേഞ്ചിലാണ് എന്ന് രോഗിക്ക് ഉറപ്പുവരുത്താവുന്നതാണ്. പിന്നെ എപ്പോഴെങ്കിലും ഷുഗർ 300 മുകളിൽ പോവുകയോ 70 താഴെ പോവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നോമ്പ് കണ്ടിന്യൂ ചെയ്യുന്നത് മെഡിക്കലി ഉചിതമായിരിക്കുകയില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആരോഗ്യപൂർണ്ണമായിട്ട് തന്നെ നോമ്പെടുത്ത് മുന്നോട്ട് രോഗിക്ക് പോകാനായിട്ട് സാധിക്കും. ഏവർക്കും റമദാൻ മുബാറക്. താങ്ക് യു.